വി ആർ സെറ്റ് ടു ഹാവ് എ ക്രാക്കിംഗ് സൺഡേ. ഏതായാലും ദുബായിൽ ഞായറാഴ്ച ഒരു പൂരം തന്നെ കാണാം. ആ ഒരു പൂരത്തിൻ്റെ ഒരു തലക്കിൽ നീലക്കടുവകൾ ഉണ്ടായിരിക്കും എന്നുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. T20 ലോകകപ്പിന് വിജയത്തിൻ്റെ ശേഷം T20 ലോകകപ്പ് വിജയിച്ചതിന് ശേഷം ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെട്ടു. ഇതാ മറ്റൊരു ഫൈനൽ, വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലും പൊട്ടി. പക്ഷേ നമ്മൾ വീണ്ടും ഒരു ഫൈനലിലേക്ക് വന്നിരിക്കുകയാണ്. മൈറ്റി ഓസീസിനെ തന്നെ തകർത്ത് ഫൈനലിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഓസീസ് അവരുടെ പ്രതാപം എന്താണ് എന്ന് ഇന്നത്തെ മത്സരത്തിലും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യ അവസാനം വരെ വിറപ്പിക്കാൻ അവർക്ക് പറ്റി. സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ മാക്സ്വെൽ എറിയാൻ വന്നപ്പോൾ സ്പിൻ പിച്ച് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ടെൻഷനെ ഒന്നും ഒരു നൊടിയിട പോലും കടക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ ഒരു സിക്സറിന് തൂക്കിക്കൊണ്ട് KL രാഹുൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു വെടിക്കെട്ട് തുടക്കം ഇട്ട് കൊടുക്കാൻ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രോഹിത്തിന്റെ ബ്രില്യൻസ് ക്യാപ്റ്റൻസി എടുത്തു പറയേണ്ടതാണ്. എല്ലാ മത്സരങ്ങളിലും എതിരാളികളുടെ മുഴുവൻ വിക്കറ്റുകളും ഇന്ത്യൻ ബോളിംഗ് ടീമിന് സ്വന്തമാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പൂർണ്ണമായിട്ടും ഫിറ്റായിട്ടില്ലാത്ത ഷമിയും പിന്നെ ടീമിലില്ലാത്ത ബൂംറയും ബാക്കിയുള്ള ഒരു മെഡിക്കോർ ടീമിനെ കൊണ്ട് ഇന്ത്യ ഫൈനലിലേക്ക് വന്നു. അതും എല്ലാ കളികളിലും 10 വിക്കറ്റ് എടുത്തു വരിക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഇന്നത്തെ മത്സരത്തിൽ ഗില്ല് കാര്യമായിട്ടൊന്നും ചെയ്തു എന്ന് പറയുന്നില്ല. പക്ഷെ മറ്റുള്ളവരെല്ലാം അവർക്ക് കിട്ടിയ അവസരങ്ങൾ വിനിയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. ഇന്ത്യയുടെ കയ്യിൽ നിന്നും കളി കൈവിട്ട് പോയി എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നപ്പം നമ്മുടെ പയ്യന്മാർ ഗില്ലും കോഹ്ലിയും, ഗില്ലല്ലോ, കോഹ്ലിയും ശ്രേയസ് അയ്യരും ചേർന്ന മത്സരത്തിന്റെ മൊമെന്റം വീണ്ടെടുത്തു. പക്ഷെ ഈ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഉപകരിക്കുന്നവനാണ് ശ്രേയസ് അയ്യർ എന്ന് പുള്ളി വീണ്ടും തെളിയിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പിന്നെ രാഹുലിന്റെ കാര്യം, നല്ല പെർഫോമൻസ് രാഹുൽ കാഴ്ചവെച്ചു. നേരത്തെ ഇറങ്ങിയ അക്സറിന്റെ പ്രകടനത്തിനെ കുറിച്ച് തൽക്കാലം ബാറ്റിംഗ് പെർഫോമൻസിനെ കുറിച്ച് പറയുന്നതിനെക്കാട്ടി നല്ലത് ഒരു ബോളറായിട്ട് അക്സർ പെർഫോം ചെയ്തതായിരിക്കും ഇന്നത്തെ ദിവസത്തിൽ എടുത്തു പറയേണ്ടത്. പിന്നെ KL രാഹുൽ എല്ലായ്പ്പോഴും ഒരു സെൽഫിഷ് പ്ലെയർ ആണ് എന്നുള്ള ചീത്തപ്പേര് കേൾക്കുമെങ്കിൽ പോലും ഇന്നത്തെ മത്സരത്തിൽ KL രാഹുൽ കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് പുള്ളി പോസ്റ്റ് മാച്ച് ടോക്കിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു, കോഹ്ലിയോട് താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഹാർദിക് വന്ന് 101 മീറ്റർ 6 അടിച്ചിട്ടൊന്ന് കെയർ പോലും ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മളുടെ താരങ്ങളെല്ലാം ഒരു സ്റ്റാറ്റ് പെഡലേഴ്സ് ആയി മാറി എന്നൊക്കെ പറയുന്നത് ഇപ്പം മാറ്റി പറയണം. കാരണം ഇനിയിപ്പോൾ സ്റ്റാറ്റ് പെഡലേഴ്സ് എന്ന് പറയേണ്ടത് കോഹ്ലിയെ രോഹിത്തിനെ മാത്രമായിട്ട് ചിലർക്ക് ഒതുക്കി പറയേണ്ടി വരും. കാരണം ഇനിയിപ്പം ഇന്നത്തെ പെർഫോമൻസോട് കൂടിയിട്ട് KL രാഹുലിനെ സ്റ്റാറ്റ് പെഡലർ ലിസ്റ്റിൽ നിന്ന് മാറ്റേണ്ടതാണ്. ഹാർദിക്ക് അത് നോക്കുന്നതേ ഇല്ല. ഏതായാലും ഓസ്ട്രേലിയയെ പോലെ ഒരു ടീം പ്ലേയിങ് മെന്റാലിറ്റിയിലേക്ക് ഇന്ത്യ വരുന്നുണ്ട് എന്നത് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ഇനി ഫൈനലിൽ വരുന്ന എതിരാളികളെ ദുബായിൽ വെച്ചിട്ട് കടിച്ചു കീറി ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി കിരീടം കൂടി എടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ ചാമ്പ്യൻസ് ട്രോഫി കിരീടമൊക്കെ എടുത്ത് കഴിയുമ്പം, ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്, അത് വേറെ കാര്യം, ചില ഉന്നാൽ മുടിയാതെ തമ്പി പോസ്റ്റുകാർ ഇറങ്ങും. അതാണ് സഹിക്കാൻ പറ്റുന്നത്. വേൾഡ് കപ്പ് ഫൈനലെങ്ങാണ് ഇന്ത്യ ജയിച്ചായിരുന്നെങ്കിൽ, ജയിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചത് ഇന്ത്യക്കാർ തന്നെ ആയിരിക്കും. കാരണം ജയിക്കാതിരുന്നാൽ അവർക്ക് ഉന്നാൽ മുടിയാതെ തമ്പി പോസ്റ്റും കൊണ്ട് ഇറങ്ങാമല്ലോ.